إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും പാലിച്ച് ഈമാനോടെ തഖ്വയോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ശക്തമായി തന്നെ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ നാം പലർക്കും പല ഉറപ്പുകളും കൊടുക്കാറുണ്ട്. പലരോടും പല ഉറപ്പുകൾ നാം വാങ്ങാറുമുണ്ട്. വിഷയത്തിൻ്റെ ഗൗരവത്തിനനുസരിച്ച് നമ്മുടെ ചോദ്യം ആവർത്തിക്കും, ഉറപ്പല്ലേ? പലതവണ നമ്മൾ ഒരു കാര്യത്തിൽ ബന്ധപ്പെടുമ്പോൾ ആ കാര്യം ഉറപ്പിക്കാൻ ഉറപ്പന്നല്ലേ എന്ന് നമ്മൾ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. എന്നാലും നമുക്ക് സംശയം ബാക്കിയാണ്. അത് നടക്കോ? ഒരു ഉറപ്പില്ല എന്ന് പറയും. ഉറപ്പിച്ച പല കാര്യങ്ങളും അത് തെറ്റിക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യമായിട്ടാണ് നമ്മളൊക്കെ കണക്കാക്കല്. കല്യാണം ഉറപ്പിച്ചു, വിവാഹം ഉറപ്പിച്ചു, കച്ചവടം ഉറപ്പിച്ചു, ലേലം ഉറപ്പിച്ചു, അങ്ങനെ പലതും ഉറപ്പിക്കാറുണ്ട്. ഉറപ്പിച്ചതിന് ശേഷം അത് ലംഘിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. മനുഷ്യർ നൽകുന്ന പല ഉറപ്പുകളിലും പൂർണ്ണ വിശ്വാസമില്ല. എന്നാൽ റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്ന 4 ഉറപ്പുകളുണ്ട്. ഈമാനുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ആശ്വാസവും സമാധാനവും നൽകുന്ന 4 ഉറപ്പുകളാണത്. ഒന്ന്, അള്ളാഹു പറയാണ് സൂറത്ത് ഇബ്രാഹിമിൽ 7-ാമത്തെ വചനം, വഇദ് തഅദ്ദന റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ച സന്ദർഭം നിങ്ങൾ ഓർക്കണം. എന്താണ് ആ പ്രഖ്യാപനം? അതൊരു ഉറപ്പാണ്. ലഇൻ ശകർത്തും ലഅസീദന്നകും, നിങ്ങൾ എന്നോട് നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. അതൊരു ഉറപ്പാണ്. വലഇൻ കഫർത്തും, നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ ഇന്ന അദാബി ലശദീദ്, എൻ്റെ ശിക്ഷ വളരെ കഠിനമാണ്. അള്ളാഹു നമുക്ക് നൽകുന്ന ഉറപ്പുകളൊക്കെയും സഹോദരങ്ങളെ
വളരെ വലിയ ഉറപ്പുകളാണ്. നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാണേണ്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അള്ളാഹുവിനെ മനസ്സിലാക്കിയ, റബ്ബിനെ മനസ്സിലാക്കിയ ഈമാനുള്ള ഒരാൾക്ക് വളരെ വലിയ ആശ്വാസവും സമാധാനവും നൽകുന്ന ഉറപ്പുകളാണ്. അതിൽപ്പെട്ട ഒന്നാണ്, നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും എന്നത്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അള്ള തന്ന നിഅമത്ത് മാത്രമല്ല, നമ്മളെ മാതാപിതാക്കൾക്ക് തന്ന നിഅമത്ത്. ഇപ്പൊ 40 വയസ്സായാലും ഒരാൾ പ്രാർത്ഥിച്ചു തുടങ്ങേണ്ട ഒരു പ്രാർത്ഥന ഖുർആനിലുണ്ടല്ലോ. നമ്മളത് പലതവണ കേട്ടതാണ്. 40 വയസ്സായത് മുതൽ അവന് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന സൂറത്ത് അഹ്ഖാഫിൽ അള്ള പറയുന്നുണ്ട്. അതെന്താണ് ആ പ്രാർത്ഥന? റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. അല്ലാഹുവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ നൽകിയ നിഅമത്തിന്, അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ എനിക്ക് നീ പ്രചോദനം നൽകണമേന ആ പ്രാർത്ഥന. ഫർള് നിസ്കാരം കഴിഞ്ഞാൽ നബി പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചു. നബി പല സന്ദർഭത്തിലും ആവർത്തിച്ചു പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, നീ എന്നെ സഹായിക്കണം, നിന്നെ ഓർക്കാനും നീ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനും നിനക്ക് നന്നായി ഇബാദത്ത് ചെയ്യാനും എന്നെ നീ സഹായിക്കണം എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്ത് വർദ്ധിപ്പിച്ചു തരുമെന്ന് അള്ളാഹ് പറഞ്ഞത്? ലഇൻ ശകർത്തും ലഅസീദന്നകും. ഇത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അള്ളാഹു ഖുർആനിൽ തന്നെ ആ വർദ്ധിപ്പിച്ചു തരുന്ന കാര്യം എന്താണെന്ന് പറയുന്നുണ്ട്. അതുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ഈ ഉറപ്പിന്റെ വലുപ്പം നമുക്ക് മനസ്സിലാവുള്ളൂ. എന്താ വർദ്ധിപ്പിച്ചു തരാന്ന് പറഞ്ഞത്? ഒന്ന് ഹുദയാണ്. വല്ലദീന ഇഹ്തദൗ വയസീദുല്ലാഹു അല്ലദീന ഇഹ്തദൗ ഹുദ. ഒന്നാമതായി അല്ലാഹ് പറഞ്ഞത് ഹുദ വർദ്ധിപ്പിച്ചു തരുമെന്നാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ അമൂല്യമായ സംഗതി, മാർഗദർശനം. ശരിയായ ജീവിതം ജീവിക്കുക. ഒരുപാട് നിസ്കരിക്കണവരുണ്ട്, പക്ഷെ പല നിസ്കാരവും നരകത്തേക്കുള്ളതാ. ഒരുപാട് നോമ്പ് വലിക്കണവരുണ്ട്, പല നോമ്പും നരകത്തേക്കുള്ളതാ. ഒരുപാട് വിശ്വാസം വെച്ച് പുലർത്തുന്നവരുണ്ട്, പല വിശ്വാസങ്ങളും നരകത്തിലേക്കാ. ഏറ്റവും അമൂല്യമായത് എന്താ? ഹുദ കിട്ടണം. ആ ഹുദ വർദ്ധിപ്പിച്ചു തരുമെന്നാ പറഞ്ഞത്. അള്ളാഹ്ക്ക് നന്ദി കാണിച്ചാൽ അള്ളാഹ് വർദ്ധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ ഒരു കാര്യം, അതിൽ ഒന്ന് ഹുദയാണ്. 2 വആതാഹും തഖ്വാഹും. രണ്ടാമത്തെ കാര്യം, അവർക്ക് നാം തഖ്വ വർദ്ധിപ്പിച്ചു കൊടുക്കും. എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് കിട്ടുന്ന ഉപദേശം തഖ്വയാണ്. നമുക്ക് വർദ്ധിച്ച് കിട്ടേണ്ടതും തഖ്വയാണ്. മൂന്നാമത്തെ കാര്യം, അല്ലാഹു തആല സമാധാനം ഇറക്കിക്കൊടുക്കും. വഹുവല്ലദീ അൻസല സക്കീനത ഫീ ഖുലൂബിൽ മുഅ്മിനീന. ഈമാനുള്ളവരെ ഹൃദയത്തിൽ അല്ലാഹു സമാധാനം ഇറക്കിക്കൊടുക്കും. ലിയസ്ദാദൂ ഈമാനൻ മഅ ഈമാനിഹിം. എന്തിനാണത്? ഈമാനിന്റെ കൂടെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി. അപ്പൊ മൂന്നാമത്തത് ഈമാനാ. ലഇൻ ശക്കർത്തും, അല്ലാഹ് നൽകുന്ന 4 ഉറപ്പുകളിൽ ഒന്ന്, നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്ന് അല്ലാഹ് പറഞ്ഞു. എന്താ വർദ്ധിപ്പിച്ചു തരിക? അത് ഖുർആനിലെ മറ്റായത്തിലേ കാണാൻ കഴിയുള്ളൂ. അത് 1 ഹുദയാണ്, 2 തഖ്വയാണ്, 3 ഈമാനാണ്. ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ഇനി ഇതിലും കൂടുതൽ എന്താ കിട്ടേണ്ടത്? അല്ലാഹ് വർദ്ധിപ്പിച്ചു തരാമെന്നാ പറഞ്ഞത്. ഈമാൻ വർദ്ധിക്കണം, തഖ്വ വർദ്ധിക്കണം, ഹുദ അത് നമുക്ക് വർദ്ധിച്ചു കിട്ടണം. അള്ളാഹു നൽകാമെന്ന് പറഞ്ഞ അള്ളാഹിന്റെ ഉറപ്പാ, ഒന്നാമത്തെ ഉറപ്പ്. രണ്ടാമത്തെ ഉറപ്പ്, ഫദ്കുറൂനി അദ്കുറുക്കും. നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. അത് രണ്ടാമത്തെ ഉറപ്പ്. വഷ്കുറിലി വലാ തക്ഫുർ. നിങ്ങൾ നന്ദി കാണിക്കുക, നന്ദികേട് കാണിക്കരുത്. അപ്പൊ അള്ളാഹ് നൽകുന്ന രണ്ടാമത്തെ ഉറപ്പ്, അള്ളാഹിനെ ഓർത്താൽ അള്ളാഹ് നമ്മളെ ഓർക്കുന്ന. 2 കാര്യം മനസ്സിലാക്കുക. അള്ളാഹിനെ എങ്ങനെ ഓർക്കണ്ടി, അള്ളാഹ് നമ്മളെങ്ങനെ ഓർക്കുക, ഇത് രണ്ടും മനസ്സിലാക്കി വെക്കണം. അള്ളാഹുവിനെ ഓർക്കേണ്ടത് അള്ളാഹ് പറഞ്ഞ മാതിരിയാണ്. വദ്കുറുല്ലാഹ ദിക്റൻ കസീറ. ധാരാളം അള്ളാഹിനെ ഓർക്കണം. ഓരോ ഘട്ടങ്ങളിൽ ഓർക്കേണ്ട ദിക്റുകൾ പറഞ്ഞു തന്നു, വചനങ്ങൾ പറഞ്ഞു തന്നു, ദിക്റിന്റെ വചനങ്ങൾ പറഞ്ഞു തന്നു. അത് അള്ളാഹ്നെ പഠിപ്പിച്ചു തന്നു.
ആരെയാണ് പ്രകീർത്തിക്കണത്? അള്ളാനെ. ആരെയാ സ്തുതിക്കണത്? അള്ളാനെ. ആരെയാ മഹത്വപ്പെടുത്തുന്നത്? അള്ളാഹുവിനെ. അള്ളാനെ എങ്ങനെ മഹത്വപ്പെടുത്തണം? ആ വചനങ്ങൾ പറഞ്ഞു തന്നു. അള്ളാനെ എങ്ങനെ സ്തുതിക്കണം? ആ വാക്കുകൾ പറഞ്ഞു തന്നു. അള്ളാനെ എങ്ങനെ പ്രകീർത്തിക്കണം? അതിനുള്ള വചനങ്ങൾ പറഞ്ഞു തന്നു. അള്ളാനെ പറഞ്ഞു തന്നത്. അള്ളാൻ ആ രൂപത്തിൽ ഓർക്കുക. അപ്പൊ അള്ള നമ്മളെ എങ്ങനെ ഓർക്കും? അതാണ് ഏറ്റവും പ്രധാനം. എല്ലാവരും നമ്മളെ കഴിയൊഴിയുന്നൊരു സമയം, നമ്മളെ ആരും ഓർക്കാതിരിക്കുന്നൊരു സമയം, ആ സമയത്ത് അള്ളാഹു നമ്മളെ ഓർക്കും. അത് വല്ലാത്തൊരു ഉറപ്പാ. അള്ളാഹുവിനെ ദിക്ർ പറയുന്നവർ, അള്ളാഹുവിനെ ദിക്ർ ചെല്ലുന്നവർ, അള്ളാഹിനെ ഓർക്കുന്നവർ, അള്ളാഹിനെ മറക്കാത്തവർ. ഓർക്കാരനെ മറക്കാതിരിക്കുക, പടച്ചോനെ മറക്കാതെ ജീവിക്കുക, അതാണ് ദിക്ർ. അത് വചനങ്ങളായിട്ട് വരും. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ, ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ, അതൊക്കെ ആ വാക്കായിട്ട് വരും. അള്ളാഹിനെ ഓർക്കും. ദക്കറല്ലാഹു ലിമൻ യദ്കുറുഹുൽ ഫൗസ ബിൽ അജ്രിൽ അളീം. മഹത്തായ പ്രതിഫലം നൽകി അള്ളാഹ് ഓർക്കും. ഫിരിദ ഷൈത്താൻ, അള്ളാഹ് എങ്ങനെ ഓർക്കറിയോ? ഷൈത്താനെ ആട്ടി ഓടിക്കും. യൂറത്തുൽ ഖുശൂഅ വൽ ഇനാബത്ത് ഹയാത്തുൽ ഖൽബ്. ഇനാബത്തും ഖുശൂഉം അത് അനന്തരമായിട്ട് നമുക്ക് കിട്ടും. അള്ളാഹിനെ കുറിച്ചുള്ളൊരു പേടി, അള്ളാഹുലേക്ക് മടങ്ങാനുള്ള ഒരു മനസ്സൊക്കെ ഉണ്ടാകും. യുത്രിദുൽ ഹമ്മ വൽ ഗുമ്മ, ദുഃഖം, സങ്കടം, അതൊക്കെ മായ്ക്കപ്പെടും. യനൂറുൽ വജ്ഹ യുജ്ലിബുർ റിസ്ഖ, മുഖം പ്രകാശിക്കും. റിസ്ഖ് അല്ലാഹു തആല അതിനെ തുടർന്ന് അള്ളാഹു നൽകുകയും ചെയ്യും. ഇതൊക്കെ അള്ളാഹു നമ്മളെ എങ്ങനെ ഓർക്കും എന്ന് വിശദീകരിക്കപ്പെട്ടതാ. മറ്റേ ഹദീസിൽ കാണാം, ദക്കറഹു ലിമൻ ഇൻദഹു, അള്ളാഹു തആല അവന്റെ അടുക്കളുള്ളവരോട് നമ്മളെക്കുറിച്ച് പറയും. അതാരാ? മലായിക്കത്തുകൾ. മലായിക്കത്തുകളോട് നമ്മളെക്കുറിച്ച് പറയും. അപ്പൊ അള്ളാഹ് നൽകുന്ന രണ്ടാമത്തെ ഉറപ്പ്, അള്ളാഹിനെ ഓർത്താൽ അള്ളാഹു നമ്മളെ ഓർക്കും. പടച്ചോൻ കൈവിടൂല, പടച്ചോൻ മറക്കൂല. ആര് നമ്മളെ മറന്നാലും, പലപ്പോഴും നമ്മൾ സങ്കടം പറയാറുണ്ട്, എന്നെ മറന്നു എന്ന് പറയാറുണ്ട്, അല്ലെ? ഒരു ചെറിയൊരു കല്യാണത്തിന് പോലും നമ്മളൊന്ന് വിളിക്കാൻ, നമുക്കിഷ്ടപ്പെട്ട നമ്മളൊരു സ്നേഹിതൻ, വലിയ ബന്ധമുള്ളൊരു സ്നേഹിതൻ ഒരു കല്യാണത്തിന് വിളിക്കാൻ മറന്നുപോയി. ആ മറന്നതിനെ വലിയൊരു വിഷയമായിട്ട് നമ്മൾ കൊണ്ടുനടക്കും. മരിക്കണത് വരെ നമ്മളെ ഹൃദയത്തിൽ അത് പോവില്ല. എന്തുകൊണ്ട് അവൻ എന്നെ ഓർത്തില്ല, എന്തുകൊണ്ട് അവൻ എന്നെ മറന്നു എന്ന് നമ്മൾ പറയും, അല്ലെ സഹോദരങ്ങളെ? നമ്മളെ പടപ്പുകളിൽ ആരെങ്കിലും ഒരാള്, ഓർക്കേണ്ട നമ്മളെ ഒരാള് മറന്നുപോയാൽ നമുക്കത്ര സങ്കടമാണ്. എങ്കിൽ ആര് മറന്നാലും, ആര് വിസ്മരിച്ചാലും റഹ്മാനായ റബ്ബ് നമ്മളെ ഓർക്കുന്നുവെങ്കിൽ നമ്മളോളം വലിയ ഭാഗ്യവാൻ ആരാ? ഇത് വല്ലാത്തൊരു ഉറപ്പല്ലേ? ഒരു ഈമാനുള്ള മനുഷ്യന് സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന ഉറപ്പല്ലേ? മൂന്നാമത്തെ ഉറപ്പ്, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് ദുആ ചെയ്താൽ ഞാൻ ഉത്തരം നൽകും. മൂന്നാമത്തെ ഉറപ്പ്. ഇത് വേറെയും ആവർത്തിച്ചിട്ടുണ്ട് അല്ലാഹ്. ഉജീബു ദഅവത്ത ദാഇ ഇദാ ദഅനി, എന്നോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം കൊടുക്കും. ഇതാണ് മൂന്നാമത്തെ ഉറപ്പ്. നമുക്കൊരു ഉറപ്പില്ലാത്ത കാര്യമാണ്. നമ്മളിങ്ങനെ ദ്വാരക്കുന്നുണ്ട്, കിട്ടിയാ കിട്ടി. ദുആക്ക് റസൂലുള്ളാഹി പറയാ 3 തരത്തിൽ ഇജാബത്തുണ്ട്. ഉത്തരം 3 രൂപത്തില്. ഒന്ന്, ചോദിച്ചതൊക്കെ തരും, അപ്പ തന്നെ കിട്ടും. ചിലത് അപ്പ കിട്ടൂല, പക്ഷേ അത് കിട്ടാതിരുന്നത് ഖൈറനായിരിക്കും. അങ്ങനെ പല അനുഭവം ഉണ്ടാവാറുണ്ട്. മൂന്നാമത്തത്, മരിക്കോളം കിട്ടിയിട്ടില്ല, പക്ഷെ ദുആ ഇബാദത്താണല്ലോ, പരലോകത്തേക്ക് കുറച്ച് നീക്കി വെക്കും. ആ പ്രാർത്ഥിച്ചത്, ദുനിയാവിൽ പല കാര്യങ്ങളും ദുആ ചെയ്തു, പല കാര്യങ്ങളും ചോദിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല. പക്ഷെ അതൊക്കെ അള്ളാഹ് ഇബാദത്തായിട്ട് പരിഗണിച്ച് പരലോകത്ത് നാളെ രക്ഷപ്പെടുത്തി കൊടുക്കും. അപ്പൊ ദ്വാരന്നിട്ട് ഒരാൾ നിരാശനാവൂല. നിരാശനായിന്ന് പറയണ്ട, അത് അള്ളാഹ് തന്ന ഉറപ്പാ. ദ്വാരനോളി ഉത്തരം നൽകാമെന്ന്. ആ ഉത്തരം നൽകുന്നത് 3 രൂപ. നാലാമത്തൊരു രൂപമുണ്ട്, അതിൽ പെടാതിരിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കണം. അതെന്താ? ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്ന് പടച്ചോനെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴും ആവർത്തിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയാണ്. അത് മറക്കാതെ പ്രാർത്ഥിക്കുക. നാലാമത്തെ ഉറപ്പ്, അള്ളാഹ് നൽകുന്ന നാലാമത്തെ ഉറപ്പ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയസബ്ബിത് അഖ്ദാമക്കും. സൂറത്ത് മുഹമ്മദിലെ 7-ാമത്തെ വചനം. നിങ്ങൾ സത്യവിശ്വാസികളെ, നിങ്ങൾ എന്നെ സഹായിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കും. അതാണ് നാലാമത്തെ ഉറപ്പ്. നിങ്ങൾ എന്നെ സഹായിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കും. എന്താണ് അള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ?
നമ്മളെ എന്ത് സഹായം, ഏത് പടപ്പിന്റെ സഹായം അള്ളാഹ്ക്ക് ആവശ്യം? ഒരാളെ സഹായം ആവശ്യമില്ല, അള്ളാഹ്ക്ക് ആവശ്യമില്ല. പിന്നെ എന്താണ് അള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ദീനിനെ സഹായിക്കലാണ്. ദീൻ എന്ന് പറഞ്ഞാൽ ദീൻ കൈവിടാതെ ജീവിക്കലാണ് അള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ. ദീൻ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണുന്ന ഒരു സാധനമല്ല. ദീൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകണം, നമ്മളെ കുടുംബത്തിലുണ്ടാകണം, നമ്മുടെ സമൂഹത്തിലുണ്ടാകണം. ഇങ്ങനെ ദീന് അതിങ്ങനെ ജീവിക്കുന്ന ഒരു വസ്തുവായിട്ട് കാണണം, അത് കൈവിടാതിരിക്കണം. അതാണ് അള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ. അള്ളാഹ് പറയാണ് എങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കും എന്ന് അള്ളാഹ് പറഞ്ഞ ഉറപ്പാണ് സഹോദരങ്ങളെ. യാ അയ്യുഹല്ലദീന ആമനു കൂനു അൻസാറല്ലാഹ്, ഈമാനുള്ളവരെ നിങ്ങൾ അള്ളാഹിന്റെ സഹായികളാകണം. ഈസാ നബിന്റെ കഥ പല സ്ഥലത്ത് പറയുന്നുണ്ട്. അതിന്റെ ഒരു കാരണമുണ്ട്. എന്താ അറിയോ? ഈസാ നബി ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് അനുയായികളിൽ കുറച്ചൊക്കെ വിജ്ഞാന അറിവുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട്, മൻ അൻസാരി ഇലല്ലാഹ് ഖാലു, അവർ പറഞ്ഞു നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ അള്ളാഹിനെ സഹായിക്കാം. വആമന ത്വായിഫത്തും ബി ബനി ഇസ്രായേൽ, ബനി ഇസ്രായേൽ ഒരു കൂട്ടം ആൾക്കാർ അള്ളാഹു വിശ്വസിച്ചു. വകഫറ ത്വായിഫ, മറ്റൊരു വിഭാഗം നിഷേധിച്ചു. ഈമാനുള്ളവർ അള്ളാഹ് ശക്തിപ്പെടുത്തിയെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ദീന് ജനങ്ങൾക്ക് നൽകി ജനങ്ങളെ സഹായിക്കേണ്ട പണ്ഡിതന്മാർ വരെ ദീന് മറച്ചു വെക്കാണ്. ഇവിടെയാണ് വലിയ പ്രശ്നം. ഈസാ നബി ഹവാരികളോട് ചോദിച്ച ചോദ്യം പ്രസക്തമാകുന്നത് അവിടെയാണ്. ദീന് പറഞ്ഞു കൊടുക്കേണ്ട പണ്ഡിതന്മാർ വരെ ദീന് മറച്ചു വെക്കുക എന്ന ഏറ്റവും ശാപകരമായ കാര്യം അത് ഖുർആൻ പറഞ്ഞതാ. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ കിതാബി വൽ ബയ്യിനാതി ബിൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലാഇനുൻ. അല്ലാഹ് കിതാബിൽ പഠിപ്പിച്ച കാര്യം മറച്ചു വെക്കുന്നവർക്ക് അള്ളാഹിന്റെ ശാപവും ശപിക്കുന്നവരെ മുഴുവൻ ശാപമുണ്ടെന്ന് അള്ളാഹ് പറഞ്ഞത്. മറച്ചു വെക്കാണ്. ഇപ്പൊ ഇന്ന് കുറച്ച് ആളുകൾ, ഒന്നിലധികം ആളുകൾ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വിട്ടത് ഒരു ചെറുപ്പക്കാരൻ പണ്ഡിതന്റെ ഒരു ക്ലിപ്പാ. അയാൾ പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അയാൾ പറയാ 10 പവൻ ഒരു പെണ്ണിനുണ്ടെങ്കിൽ സകാത്ത് കൊടുക്കണം എന്ന് ആരാ പറഞ്ഞ്? അങ്ങനെ ദീനിൽ എവിടെയില്ല, ആരും പഠിപ്പിച്ചിട്ടില്ല എന്നൊരു സ്റ്റേജിലെ പണ്ഡിതന്മാരോട് തിരിഞ്ഞു ചോദിക്കുന്നുണ്ട്. സഹോദരങ്ങൾ, എത്രമാത്രം ഗൗരവമുള്ള കാര്യമാണെന്നറിയോ? എത്ര ഗൗരവമുള്ള കാര്യമാണ്. 10 പവൻ എന്ന് പറഞ്ഞാൽ 20 മിസ്കാലാണ്. 20 മിസ്കാൽ ഉണ്ടെങ്കിൽ 2.5% സക്കാത്ത് കൊടുക്കണം. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് അത് 100 പവനായിരുന്നാൽ പോലും സ്വർണത്തിന്റെ കട്ടിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം സക്കാത്ത് കൊടുത്താൽ മതിയെന്നാ ആ പണ്ഡിതൻ പ്രസംഗിക്കുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. എവിടേക്ക് എത്തുന്നറിയോ നിങ്ങൾ? ഹറാമായ മുതല് ഒരാളടുക്കൽ ഉണ്ടെങ്കിൽ നിസ്കാരം കബൂൽ ചെയ്യോ? സക്കാത്ത് കൊടുക്കാത്തവനെ നിസ്കാരം കബൂൽ ചെയ്യോ? സക്കാത്തും നിസ്കാരം ഒരുമിച്ച് പറഞ്ഞതാ. ഓന്റെ ഇബാദത്ത് ഹറാമായ മുതലിൽ 1-ാം സ്ഥാനത്തുള്ള മുതൽ ഏതാ? ഹറാമായ മുതലിൽ 1-ാം സ്ഥാനത്തുള്ള മുതല് സക്കാത്ത് കൊടുക്കാത്ത മുതലാ. ഈ പ്രസംഗം കേട്ടിട്ട് സക്കാത്ത് കൊടുക്കാതെ 10 പവനിലധികം സ്വർണ്ണം ഉണ്ടായിട്ടും സക്കാത്ത് കൊടുക്കണ്ടെന്ന് പഠിച്ച് സക്കാത്ത് കൊടുക്കാത്തൊരു പെണ്ണിന്റെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്തായിക്കാരം? ഇത് സക്കാത്ത് കൊടുക്കാതിരിക്കുക എന്ന പ്രശ്നം മാത്രമല്ല, അതുകൊണ്ട് അനുബന്ധമായി ദുആ പടച്ചോൻ സ്വീകരിക്കോ, പ്രാർത്ഥന സ്വീകരിക്കോ. ഹറാമായ മുതലുണ്ടായാൽ ഹറാമായ മുതൽ 1-ാം സ്ഥാനത്തുള്ളല്ലേ സക്കാത്ത്. അപ്പോ ദീനിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ദീന് യഥാവിധി കൊണ്ടു നടന്ന് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി ദീന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്ത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ജീവിക്കലാണ് അള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ. അള്ളാഹിനെ സഹായിച്ചാൽ അള്ളാഹ് പറയാ ഞാൻ നിങ്ങളെയും സഹായിക്കുമെന്ന്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്ന 4 ഉറപ്പുകളാണിത്. ഈ 4 ഉറപ്പുകൾ ഈമാനുള്ള ഒരു വ്യക്തിക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമളാനിനെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ, പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്. അള്ളാഹു റമളാനിലേക്ക് നമ്മുടെയൊക്കെ ആയുസ്സിനെ നീട്ടിയിട്ട് തരുമാറാവട്ടെ. ഷഅബാൻ റമളാനിൻ്റെ മുന്നൊരുക്കത്തിനുള്ള മാസമാണ്.
ധാരാളമായി നോമ്പനുഷ്ഠിക്കുക, ധാരാളമായി അമൽ സാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുക, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ധാരാളമായി ചെയ്യുക, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുക. ഇതൊക്കെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഅബാൻ. എന്നാൽ ഇന്ന് നമ്മളെ നാട്ടിൽ ഷഅബാനിൻ്റെ പേരിൽ ഒരുപാട് അനാചാരങ്ങൾ നടക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഷഅബാൻ 15 ഒരു പ്രത്യേക നോമ്പ്, ബറാഅത്ത് നോമ്പ് എന്നൊരു നോമ്പ്. അങ്ങനെ ഒരു നോമ്പ് റസൂലുള്ളാഹി നോറ്റിട്ടുമില്ല, സ്വഹാബികൾ നോറ്റിട്ടുമില്ല, നോൽക്കാൻ കൽപ്പിച്ചിട്ടുമില്ല. മൗളൂ ആയ ഒരു ഹദീസ്, ദഈഫ് പോലുമല്ല, മൗളൂ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ റസൂലിൻ്റെ പേരിൽ എഴുതി ഉണ്ടാക്കിയ ഹദീസ്. അങ്ങനെ ഒരു ഹദീസാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ഭൂരിപക്ഷ ആൾക്കാരും ബറാഅത്ത് നോമ്പ് എന്നുള്ള പേരിൽ നോൽക്കാൻ അടിസ്ഥാനമാക്കിയ ഹദീസ്. ആ ഹദീസ് ഇങ്ങനെയാണ്: ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഫഖൂമു ലൈലഹ വസൂമു നഹാറഹ. ശഅബാൻ 15 നിങ്ങൾ അതിൻ്റെ പകൽ നോമ്പനുഷ്ഠിക്കുക, രാത്രി നിസ്കരിക്കുക എന്ന ഈ ഹദീസ് അത് മൗളൂ ആയ ഹദീസിന്റെ കൂട്ടത്തിലാണ് ഹദീസ് പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ളത്. മനുഷ്യന്മാർ നിർമ്മിച്ചുണ്ടാക്കിയ ഹദീസാണ്. എന്നാൽ ഷഅബാനിലാണ് നബി ഏറ്റവും കൂടുതൽ നോമ്പ് പറ്റത്. റമളാനിൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ച മാസം ഷഅബാനാണ്. അതിലെ തിങ്കളും വ്യാഴവും അയ്യാമുൽ ബീദും ഒക്കെ നോൽക്കാം. ഇനി ദാവൂദ് നബിന്റെ നോമ്പ് മാതിരി ഒന്നിൽ ഇടവിട്ട് നോൽക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ഒരു നോമ്പ് പ്രത്യേകത ഉണ്ട് എന്ന് വിചാരിച്ചു നോറ്റാൽ അത് ബിദ്അത്താണ്, അത് അനാചാരമാണ്, അത് നരകത്തിലേക്ക് എത്തുന്നതാണ്. രണ്ടാമത്തേതാണ് ശഅബാൻ 15 സ്വലാത്തുൽ അൽഫിയ എന്ന് പറയുന്ന നിസ്കാരം. സ്വലാത്തുൽ അൽഫിയ എന്ന പേരിൽ ഒരു നിസ്കാരമുണ്ട്. ആ നിസ്കാരം ഇതേപോലെ അത് ബിദ്അത്താണ്, അനാചാരമാണ്. അങ്ങനെ നിസ്കാരം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ഇമാം നവവി അദ്ദേഹത്തിന്റെ മജ്മുഅയിൽ പറയുന്നത് കാണാം: അസ്സലാത്തുൽ മഅറൂഫ ബി സ്വലാത്തിർ റഗായിബ്. സ്വലാത്തുർ റഗായിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന നിസ്കാരമുണ്ട്. ഇത് ഷാഫി മദ്ഹബിലെ പ്രസിദ്ധനായ പണ്ഡിതനാണ് ഇമാം നവവി. അദ്ദേഹം പറയാണ്: വഹിയ 12 റക്അത്തൻ, അത് 12 റക്അത്താണ്. തുസല്ല ബൈനൽ മഗ്രിബ് വൽ ഇശാ ലൈലത്ത് അവ്വലി ജുമുഅത്തിൻ ഫി റജബ്. റജബിൽ ആദ്യത്തെ വെള്ളിയാഴ്ച നിസ്കരിക്കുന്ന നിസ്കാരമാണ് റഗായിബ് നിസ്കാരം. അത് നമ്മൾ സൂചിപ്പിച്ചതാണ്. രണ്ടാമത്തെ നിസ്കാരം വസലാത്ത് ലൈലത്തിൻ നിസ്ഫി ശഅബാൻ 100 റക്അ. 100 റക്അത്തുള്ളൊരു നിസ്കാരമുണ്ട് ശഅബാൻ 15. വഹാത്താനി സ്വലാത്താനി, ഈ 2 നിസ്കാരം ബിദ്അത്താനി വ മുൻകറത്താനി, രണ്ടും ബിദ്അത്താണ്, മുൻകറത്താനി രണ്ടും തള്ളപ്പെടേണ്ട, രണ്ടും വളരെ മോശമായ കാര്യമാണ്. കാരണം റസൂൽ പഠിപ്പിക്കാത്ത കാര്യമാണ്. ദീനിൽ അള്ളാഹിന്റെ റസൂൽ പഠിപ്പിക്കാത്ത ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ പറ്റൂല. അത് നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ഒക്കെ റസൂൽ പഠിപ്പിച്ചതേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശഅബാൻ മാസം അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാനുള്ള മാസമാണ്, സ്വർഗത്തിലേക്ക് അടുപ്പിക്കേണ്ട മാസമാണ്. അത് നരകത്തിലേക്ക് എത്തുന്ന ബിദ്അത്തുകൾ ചെയ്യുന്നൊരു മാസമാകാതിരിക്കാൻ വേണ്ടി കാര്യങ്ങൾ പഠിക്കാം, മനസ്സിലാക്കുക, അത് പ്രകാരം ജീവിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവരുണ്ട്, അള്ളാഹു രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആശ്വാസത്തെയും സമാധാനത്തെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു മുഗഫ്ഫിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ. അല്ലാഹുമ്മ അഅതിഖ് റിഖാബനാ മിനൻ നാർ വറിഖാബ ആബാഇനാ വഉമ്മഹാതിനാ വഅസ്വാജിനാ വഇഖ്വാനിനാ المسلمين أجمعين يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.